പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഒരു സാബത്ത് ദിനത്തിലേക്ക് യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സായാഹ്നത്തിൽ ഇന്നലെ അച്ഛൻ പറഞ്ഞതുപോലെ താഴേക്കാട് ദത്തെടുത്തിട്ടുള്ളൊരു പാരീഷാണ്. ഒരു 3 മാസത്തെ ശുശ്രൂഷകളാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശ്വാസത്തിൽ ചഞ്ചലചിത്തരാകാതിരിക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ദുർബലപ്പെടാതിരിക്കുക. അത് നമ്മൾ കാണുന്ന 19-ാമത്തെ വാക്യത്തിൽ റോമ 4:19 നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിടെ വചനം വെളിപ്പെടുത്താണ്, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായിയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. അതായത് ഒരു സാധ്യതയുമില്ല, ഇല്ലാത്തപ്പോഴും ഒരു സാധ്യതയുമില്ല, എന്നാലും എൻ്റെ ദൈവം എന്നെ കൈവെടിയുകയില്ല. ഇതാണ് ശരിക്കും പ്രിയ സഹോദരങ്ങളെ, അതാണ് വിശ്വാസം എന്നത്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. ആ വചനം ഹെബ്രായ 11:1 അല്ലേ, ആ വചനം ഈ ഇതിലേക്കൊന്ന് 4:19 റോമ 4:19 ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരുന്നിട്ടും സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ചിലപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഒരു കുഞ്ഞൊരു പ്രതികൂലം വരുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്ങനെ വന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ലേ സഹോദരങ്ങളെ? അപ്പോൾ അതുകൊണ്ടാണ് വിശ്വാസം നൽകണമേ കർത്താവേ, വിശ്വാസം നൽകണമേ. നമ്മളുടെ സ്ലീഹന്മാർ പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അവർ ഈശോ പറയും, ഞങ്ങൾക്ക് വിശ്വാസം ഒന്നുമില്ല കർത്താവേ, ഞങ്ങൾ ഇച്ചിരി വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, യേശുവിലുള്ള ഒരു പടി കൂടി ഒരു കൃത്യത വേണം. വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറയാം, യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ യേശുവിൻ്റെ ഏറ്റവും മഹത്തരമായ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകാനും ബോധ്യപ്പെടാനും അതിനുവേണ്ടി ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കുവാനും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായൊരു ജീവിതത്തിന് അതിലേക്ക് ഞങ്ങൾ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം അത് മനസ്സിലാക്കാനും അനുഭവിക്കാനും അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ കാര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ.